ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചെയ്തു. ബൽറാം, പത്താം തവണ മുഖ്യമന്ത്രി അധികാരമേറ്റ നിതീഷ് കുമാർ അങ്ങനെ ബീഹാറിന്റെ സ്വന്തം നിതീഷായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു പടിയിറക്കം. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമായ ഒരുപാട് ചലനങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി അവിടെ ബീഹാറിൽ പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതകൾ ഏറ്റുകയാണ്. എന്താണ് ഈ ഒരു പിന്മാറ്റത്തിന്, രാജ്യസഭയിലേക്കുള്ള പോക്കിന് കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു ചരിത്ര മെഴുത്തിനാണ് ഇത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വഴിയൊരുക്കിയിരിക്കുന്നത്. കാരണം നിതീഷ് കുമാർ പദവി ഒഴിയുമ്പോൾ പകരം BJP ആ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. നിതീഷ് കുമാർ അല്പസമയം മുമ്പാണ് നാമനിർദ്ദേശ പത്രിക രാജ്യസഭയിലേക്ക് സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം തന്നെ JDU സ്ഥാനാർത്ഥിയായി രാംനാഥ് താക്കൂറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, BJPയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായ ശിവാഷ് കുമാർ എന്നിവരും നാമനിർദ്ദേശ പത്രിക നിയമസഭയിലെത്തി സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബീഹാർ പട്നയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറുമായും നിതിൻ നബീനുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ച പ്രധാനമായും അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിലെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരി തന്നെ മുഖ്യമന്ത്രിയായി എത്തിയേക്കുമെന്ന സൂചനകൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് ചില പേരുകൾ, മുൻ BJP അധ്യക്ഷൻ ആയ ദിലീപ് ജയ്സ്വാളിന്റെ പേരും ഒപ്പം തന്നെ മറ്റ് ചില പേരുകൾ ഉൾപ്പെടെ പരിഗണനയിലുണ്ട്. നിതീഷ് കുമാറിന്റെ മകൻ ഈ നിഷാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയായി ഉൾപ്പെടുത്താനാണ് ധാരണയായിരിക്കുന്നത്. ഇതോടൊപ്പം JDUവിന് മറ്റൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി പുതിയ സർക്കാരിൽ ലഭിക്കും. എന്തായാലും അതേസമയം സംസ്ഥാനത്തെ JDU പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ രോഷത്തിന് കാരണമായിരിക്കുന്നു. നിതീഷ് കുമാർ നാമനിർദ്ദേശ പത്രിക നൽകാൻ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി ആസ്ഥാനത്ത്, പട്നയിലെ പാർട്ടി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകർ രോഷാകുലരായി പാർട്ടി ഓഫീസിന്റെ ഒരു ഭാഗം തല്ലിത്തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രായത്തെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പദവി ഒഴിയാൻ കാരണമാകുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നിതീഷ് കുമാറിന് മറ്റ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്നും ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനെ ഒഴിച്ചു നിർത്താനാകില്ല. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് പോകണമെങ്കിൽ JDUവിന്റെ പിന്തുണ അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ബീഹാറിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു. BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബീഹാറിൽ എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.